ഇപ്പോൾ സ്വരാജ് സ്ഥാനാർത്ഥി എം സ്വരാജ് രാവിലെ തന്നെ ഇറങ്ങുന്നുണ്ട്. മോക്ക് പോൾ നടക്കുന്ന ഇടങ്ങളുണ്ട്. ഇപ്പോൾ സ്വരാജ് വീട്ടിൽ നിന്ന് രാവിലെ ഇറങ്ങുന്നു. ഇടത് സ്ഥാനാർത്ഥി എം സ്വരാജാണ് ഇപ്പോൾ ഇറങ്ങുന്നത്. ബൂത്തുകളിലേക്ക് പോകുന്നു. ആദ്യ പ്രതികരണത്തിലേക്ക് ഇപ്പോൾ നിൽക്കുന്നില്ല. 202 ബൂത്തിലാണ് സ്വരാജിന് വോട്ടുള്ളത്. 202 ബൂത്തിലേക്ക് സ്വരാജ് പോവുകയാണ്. എനിക്ക് തോന്നുന്നു മണ്ഡലത്തിലുടനീളം പോകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. സാനിയോ, ഗുഡ് മോർണിംഗ് സാനിയോ. ഇപ്പോൾ സ്വരാജ് ഇറങ്ങിയിട്ടുണ്ട്. സ്വരാജ് പോകുന്നത് ബൂത്തിലേക്കാണോ? 202 നമ്പർ ബൂത്തിലേക്ക് നേരിട്ട് പോവുകയാണോ? കാര്യമായി ഇന്നിപ്പോൾ രാവിലെ പ്രതികരിച്ചിട്ടില്ല. അതെ അരുൺ, അതായത് ഇന്ന് രാവിലെ പ്രതികരിക്കുന്നില്ല എന്ന് അദ്ദേഹം നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. അതായത് വോട്ട് രേഖപ്പെടുത്തിയതിന് ശേഷം മാത്രമേ പ്രതികരിക്കാനുള്ളൂ എന്ന് അദ്ദേഹം ഇന്നലെ തന്നെ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞതാണ്. ഏതായാലും നമുക്ക് അദ്ദേഹം ഇപ്പോൾ പോകുന്നത് 202 നമ്പർ ബൂത്തിലേക്ക്, അതായത് മാങ്കൂത്ത് സ്കൂളിലെ 202 നമ്പർ ബൂത്തിലേക്ക് 746 ക്രമനമ്പറാണ് അദ്ദേഹത്തിൻ്റെതെന്നാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. ഏതായാലും 202 ബൂത്തിൽ 746 ക്രമനമ്പറായിട്ടാണ് അദ്ദേഹം വരിക. അദ്ദേഹം ഇപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങും. അല്പസമയത്തിനകം വീട്ടിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഓക്കെ അപ്പോൾ ഇടത് സ്ഥാനാർത്ഥി സ്വരാജ് 202 നമ്പർ ബൂത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. പലയിടങ്ങളിലും മഴയുണ്ട്. ഇടക്കരയിൽ മഴയുണ്ട്, വഴിക്കടവിൽ മഴയുണ്ട്. അതേപോലെ ഇപ്പോൾ പലയിടങ്ങളിൽ നിന്നും വരുന്ന വാർത്ത ചുങ്കത്തറയിലും മഴയുണ്ട്. ഇപ്പോൾ പ്രതികരണത്തിലേക്ക് കൂടി നമ്മളൊന്നെത്തിയാൽ ഇപ്പോൾ പ്രതികരിക്കുന്നില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് തോന്നുന്നു. സ്വരാജ് ഇപ്പോൾ ഗേറ്റ് കടന്ന് 202 നമ്പർ ബൂത്തിലേക്ക് പോവുകയാണ്. സ്വരാജ് പ്രതികരിക്കുന്നില്ല സ്വരാജ് എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ നിലവിൽ നമ്മളെല്ലാവരും അവിടെയുണ്ട്. കാര്യം ഇന്നത്തെ ദിവസം വളരെ പ്രധാനപ്പെട്ട ഒരു പ്രതികരണം സ്വരാജിൻ്റേത് തന്നെയാണ്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അങ്ങനെ നിലമ്പൂര് ഇന്ന് പോളിംഗ് ബൂത്തിലേക്ക് എത്തുകയാണ്. 24-25 ദിവസത്തെ നാടിളക്കിയുള്ള പ്രചരണത്തിനു ശേഷം അങ്ങനെ നിലമ്പൂരിലെ 2,32,000 വോട്ടർമാർ അവരുടെ മനസാക്ഷിയുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കാൻ വേണ്ടി ഇന്ന് പോളിംഗ് ബൂത്തിലേക്ക് ഇറങ്ങുകയാണ്. സിനോജ് തോമസ് കരുളായിയിലുണ്ട്, അലി അക്ബർ ഷാ പോത്തുകല്ലിലുണ്ട്, ദീപക് മലയമ്മ മുക്കട്ട GMLP സ്കൂളിലുണ്ട്, അർജുൻ കല്യാട് ചുങ്കത്തറ സ്കൂളിലുണ്ട്, അരുൺ സോളമൻ മൂത്തേടം ഗവൺമെന്റ് HSSലുണ്ട്, അഷ്കിർ അലി കരിമ്പ PV അൻവറിന്റെ വീട്ടിലുണ്ട്, മുബഷിർ പി അക്ബർ വീട്ടിക്കുത്ത് ഗവൺമെന്റ് LP സ്കൂളിലുണ്ട്. അങ്ങനെ റിപ്പോർട്ടറിന്റെ വലിയ വാർത്താ സംഘം ഈ 7 പഞ്ചായത്തുകളിലും നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലും ഒപ്പം സ്ഥാനാർത്ഥികൾക്കൊപ്പവും സഞ്ചരിച്ചുകൊണ്ട് തത്സമയ വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കും. രാവിലെ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ മോക്ക് പോളുകളെല്ലാം ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നു. 263 ബൂത്തുകളിലായി 2,32,000 വോട്ടർമാർ നിലമ്പൂരിലേക്ക് അവരുടെ മനസാക്ഷിയുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കാൻ വേണ്ടി പോവുകയാണ്. ഇന്നത്തെ ദിവസത്തിന്റെ പ്രാധാന്യം, ഇന്ന് ജൂൺ മാസം 19 ഇന്ന് വായനാ ദിനം കൂടിയാണ്. PN പണിക്കർ എന്ന നമ്മളുടെ പ്രിയപ്പെട്ട പണിക്കരേട്ടന്റെ ഗ്രന്ഥശാല സംഘത്തിന്റെ സെക്രട്ടറിയുടെ ചരമദിനം കൂടിയാണ് ഇന്നത്തെ ദിവസം എന്നത് പ്രേക്ഷകർ ഓർമ്മിക്കുക. ആ ദിവസത്തിന് വളരെ പ്രാധാന്യമുണ്ട്. നിലമ്പൂരിന്റെ രാഷ്ട്രീയ സാക്ഷരതയുള്ള നിലമ്പൂർ ആർക്കനുകൂലമായിട്ടാണ് വിധി എഴുതുക എന്നറിയാൻ കാത്തിരിക്കുകയാണ്.